സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈന ഇന്ത്യയുടെ ശത്രു തന്നെയാണ്, ഏറ്റവും വലിയ ശത്രു. കാശ്മീരിൻ്റെ നടക്കുന്ന അറ്റാക്കിൽ പാകിസ്ഥാനോടൊപ്പം ചൈന പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു എന്താണ് അൺചേഞ്ചബിൾ റിലേഷൻഷിപ്പാണ്. മോദി ഗവൺമെൻറ് വന്നപ്പം ഷീ ജിൻപിങ് ഇവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. അതെ, അദ്ദേഹം ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് ചൈനീസ് വന്നത്. റിയലി ലിറ്ററലി ഹാപ്പൻ. ഈ സംഘർഷം ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള അല്ലാതെ ഒരു അറ്റാക്കിലേക്ക് ഇനിയും കടന്നുകൂടുന്നില്ല. ഇല്ല. ഇപ്പോഴും അവർ മാറിയിട്ടില്ലല്ലോ. ദേ ഹാവ് നോട്ട് വിഡ്രോൺ. ചൈന പറയുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഇത് ഇന്ത്യയും പാകിസ്ഥാനുമാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള, വിവാഹം കഴിച്ചാൽ റിസൈൻ ചെയ്യണമെന്നായിരുന്നു. അതെന്താ അങ്ങനെ ഒരു കടുംപിടുത്തം? അത് അങ്ങനെ ഒരു പോളിസി ആയിരുന്നു പണ്ട് നെഹ്റു എടുത്തത്. അതുപോലെ ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അതിപ്പോഴും ഉണ്ട്. അതിന് ക്ലിയറൻസ് വേണം എപ്പോഴും. അംബാസഡർ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അംബാസഡറാണ് കാറ്. അതെങ്ങനെ അംബാസഡർ ആവുമെന്ന് എനിക്ക് അത്ര തീർച്ചയില്ലായിരുന്നു. 2 മിലിറ്ററി വന്നു എന്നെ എക്സ്പെൽ ചെയ്തു. ശരിക്കും ദേ ബ്രോക്ക് മൈ റൈറ്റ് ലെഗ് ആൻഡ് ലെഫ്റ്റ് ആം. ദേ മേ ത്രോ മീ ഔട്ട്, ദേ മേ ഷൂട്ട് മീ എനിത്തിങ്. അപ്പോൾ പുള്ളി വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിൽ മേക്ക് എ സാക്രിഫൈസ് ഓഫ് യു. G20 ഇന്ത്യയുടെ ഒരു ലീഡർഷിപ്പ് വലിയ രീതിയിൽ വന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള ഒരു അംഗീകാരം ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനൊക്കെ മറന്നുപോയാന്ന് ചോദിച്ചു. ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതൊരു മൃഗീയ ഭൂരിപക്ഷമാകാൻ പാടില്ല. അപ്പോൾ അത് ഡെമോക്രസി അല്ലാതാകുന്നു എന്നുള്ളതാണ്. പ്രമുഖ നയതന്ത്രജ്ഞനും മുൻ അംബാസിഡറുമായ ഡോക്ടർ ശ്രീ TP ശ്രീനിവാസനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ TP ശ്രീനിവാസൻ സാർ. ആദ്യം തന്നെ ഒരു പിറന്നാൾ ആശംസകൾ. ഈ മാസം 17-ാം തീയതി 80-ലെത്തുകയാണ്. കുറച്ച് ദിവസങ്ങളോട് എന്ത് തോന്നുന്നു ലുക്കിംഗ് ബാക്ക്, തിരിഞ്ഞു നോക്കുമ്പോൾ? പരാതി പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം തൃപ്തിയാണ്. തൃപ്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഫുൾ തൃപ്തി എന്നുള്ള ഒരു മനുഷ്യ ജീവിതത്തിലില്ലല്ലോ. അപ്പം സക്സസും ഫെയിലിയറും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓൺ ദ ഹോൾ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. അടുത്തിടെ ഭാര്യയുടെ വേർപാട് സംഭവിച്ചിരുന്നു. അത് ഒരു മാറ്റമാണ്, വലിയൊരു മാറ്റമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്, അത് ഓർക്കുന്നുണ്ട്, അത് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു മാറ്റം തന്നെയാണ്. പക്ഷേ ഇതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആക്റ്റീവ് ആകുക എന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് പലയിടത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. പ്രായം കണ്ടാൽ തോന്നില്ല. അല്ല, ലിറ്ററലി അങ്ങ് ആക്റ്റീവാണ്. ഇപ്പോൾ ഇന്ന് 2 ഇൻ്റർവ്യൂ, 3 എപ്പോഴും തിരക്കുകളിലാണ് അല്ലേ? അതെ. ശരിക്കും ഈ IFSലേക്ക് വരാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? അത് എൻ്റെ അച്ഛൻ കാരണം തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ ഫോറിൻ സർവീസ് ഓഫീസർ മിസ്റ്റർ ശങ്കരപ്പിള്ള എന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടി 1948. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ടു കാനഡയിൽ. അദ്ദേഹത്തിൻ്റെ മകളല്ലേ രാധ? അതെ, രാധ. തിരുവനന്തപുരത്ത് താമസം. അതെ, ഒരിടത്ത് താമസിക്കും. ഇപ്പോൾ 60ാമത്തെ വാർഷികം ഞങ്ങൾ കാനഡയിൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ ഫോറിൻ സർവീസാണ് വേണ്ടത്, ഒരു അംബാസഡർ ആകണം. അപ്പോൾ അച്ഛൻ പറയും ഞാൻ വലിയ മിടുക്കനാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത്, അപ്പോൾ ഇതാണ് ഈ വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഒരു സ്വപ്നം പോലെ ആയി. എന്താണെന്ന് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഫോറിൻ സർവീസ് IAS ചിന്തിച്ചില്ല. ഇല്ല, സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ ഇതുമാകാമല്ലോ. അപ്പോൾ അന്നൊക്കെ IFSനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ആളുകൾ IAS കിട്ടിയത് റിസൈൻ ചെയ്തിട്ട് IFS പരീക്ഷ എഴുതുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. IFSന് ഇപ്പോൾ അതേ ഡിമാൻഡ് ഇല്ല, അട്രാക്ഷൻ ഇല്ല. പണ്ടൊക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ വില കൂടിയ കാര്യമല്ലേ. കാരണം ഒരു P ഫോം ഇല്ലാതെ പുറത്ത് പോകാനൊക്കില്ല. അപ്പം IFSലാണെങ്കിൽ ചുമ്മാ യാത്ര ചെയ്യാം. പിന്നെ $9 കിട്ടുള്ളൂ. അപ്പം പുറത്തൊക്കെ പോവുക, ഗാഡ്ജറ്റ് വാങ്ങിക്കുക, ക്യാമറ വാങ്ങിക്കുക, ഇതൊക്കെ ഒരു വലിയൊരു ഫാൻസിയായിരുന്നു. നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നാൽ ഉടനെ അവിടെ ആളുകൾ നിൽക്കുകയാണ് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇത് ഞങ്ങൾക്ക് വേറൊരാളിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോളാം. അങ്ങനെ ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നില്ലേ പുറത്ത് പോകുന്നത്, യാത്ര. ഇപ്പോൾ പിന്നെ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അന്ന് തുടക്കത്തിൽ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് സ്ത്രീകൾ വരാൻ വിമുഖത കാണിച്ചിരുന്നു. നാച്ചുറലി വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള, വിവാഹം കഴിച്ചാൽ റിസൈൻ ചെയ്യണമെന്നായിരുന്നു. അതെന്താ അങ്ങനെ ഒരു കടുംപിടുത്തം? അത് അങ്ങനെ ഒരു പോളിസി ആയിരുന്നു പണ്ട് നെഹ്റു എടുത്തത്. അതുപോലെ ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അതിപ്പോഴും ഉണ്ട്. അതിന് ക്ലിയറൻസ് വേണം എപ്പോഴും. അത് സ്പൈ വർക്ക് എന്നുള്ള. പക്ഷേ ഇത് ഈ ലേഡി ഓഫീസേഴ്സ് നമ്മുടെ ഓഫീസേഴ്സിനെ തന്നെ കല്യാണം കഴിച്ചാൽ പോലും റിസൈൻ ചെയ്യണം എന്നുള്ളൊരു, അത് നമ്മുടെ ജഗത് മേത്ത ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ബോസ് ആയിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ബിറ്റർനെസ് ആയിരുന്നു, അവരോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത്. അത് പക്ഷേ പിന്നീട് മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മിസോജിനിസ്റ്റായിട്ട് ആളുകൾ ഈ കാരണം കൊണ്ട് സ്ത്രീകൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോപ്പഗൻഡൊക്കെ ഉണ്ട്. മുത്തമ്മ എന്ന് പറഞ്ഞൊരു
അംബാസഡർ പറ്റി കേടുകയാണല്ലോ. അവർക്ക് ഗ്രേഡ് 1 പ്രൊമോഷൻ കിട്ടിയില്ല. അവരുടെ ചില പ്രവർത്തികൾ കൊണ്ടാണ് കൊടുക്കാത്തത്. പക്ഷേ അത് സ്ത്രീ ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറഞ്ഞ് വലിയ വെള്ളം ഉണ്ടാക്കി. എന്നിട്ട് വി ആർ കൃഷ്ണയ്യർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ജഡ്ജ്മെൻ്റ് ഇറക്കി ജഗന്മേത്തയ്ക്കെതിരായിട്ട്. അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയിരുന്നിട്ടും ഇങ്ങനെ സ്ത്രീകളോട് എതിരായിട്ട് മുത്തമ്മ, അവർ മൈസൂരിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ ലേഡി ഫോറിൻ സർവീസ് ഓഫറായിരുന്നു. അപ്പോൾ അവർക്ക് ഗ്രേഡ് 1 പ്രൊമോഷൻ കിട്ടിയില്ല. ബാക്കിയെല്ലാം കിട്ടി വാസ് അംബാസഡർ എന്നുള്ളത്. പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് 1 എത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടും, അങ്ങനെയൊക്കെ ഇതുണ്ട്. അത് അവർക്ക് ഡിനൈ ചെയ്തു ജഗത് മേത്ത. അപ്പോൾ അവർ ആർഗ്യൂ ചെയ്ത് വിജയിച്ചു, പ്രൊമോഷൻ കൊടുത്തു. കൃഷ്ണയ്യരുടെ ഒരു ഫേമസ് ജഡ്ജ്മെൻറ്റിൽ ഞാൻ ഇംഗ്ലീഷിലേക്കാണ് പോയത്. ഇംഗ്ലീഷ് എം എക്കാണ് പഠിച്ചത്. ഇംഗ്ലീഷ് BA യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പോൾ അന്ന് ഇടയ്ക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു വന്നു, ചോദിച്ചേക്കാം ചോദിച്ചു. അപ്പോൾ അന്ന് വിളിക്കണമെങ്കിൽ ഇവിടുന്ന് ട്രങ്ക് കോൾ വിളിച്ച് അച്ഛനൊരാൾ സൈക്കിളിൽ ഇരുത്തി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ എന്തോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, അങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത് എടുക്കണം. എന്തിനാ നീ എൻ്റെ സമയവും നിൻ്റെ സമയവും പണവും എല്ലാം ചിലവാക്കി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അംബാസഡർ ആണോ. അംബാസഡർ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അംബാസഡറാണ് കാറ്. അതെങ്ങനെ അംബാസഡർ ആവുമെന്ന് എനിക്ക് അത്ര തീർച്ചയില്ലായിരുന്നു. അത് ശരി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് എനിക്ക് തോന്നുന്നു റാങ്ക് ഉണ്ടായിരുന്നു, 6ാമത്തെ റാങ്ക്. നേരെ IFSലേക്കായിരുന്നു. പിന്നെ IFS കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. 10ന് മുകളിലാണെങ്കിലേ കിട്ടുള്ളൂ. അന്ന് ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആരായിരുന്നു പ്രധാനപ്പെട്ട അറിയാം? ഫോറിൻ സർവീസിലുള്ളത് പ്രഭാകർ മേനൻ, വിജയൻ നമ്പ്യാർ എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശസ്തരായ പല ആളുകളും ഉണ്ടായിരുന്നു. ഒരു മിക്കവാറും എല്ലാവരും ഓഫ്കോഴ്സ് റിട്ടയർ ചെയ്തു. പലരും ആക്റ്റീവാണ്, പലരും അത്ര ആക്റ്റീവ് അല്ല. കുറേ പേരൊക്കെ മരിച്ചുപോയി. ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ആദ്യം ടോക്കിയോ. ലാംഗ്വേജ് അനുസരിച്ചാണ്, ഏത് ലാംഗ്വേജാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എന്തുകൊണ്ട് നമ്മളത് അന്ന് ടോക്കിയോ ഭയങ്കര ലവ് ഇൻ ടോക്കിയോയും സായനാര എന്നുള്ള പാട്ടും ഒക്കെ ഒരു ഭയങ്കര ഭ്രമം പോലെ ആയിരുന്നു. പക്ഷേ സാറിന് ഫസ്റ്റ് റാങ്കുള്ള ആളിന് കൊടുക്കുന്നത് ചൈനീസാണ്. അതിപ്പോഴും, കാരണം ചൈനീസ് ഡിപ്ലോമാറ്റ്സ്, ചൈനയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ത്രെറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ആളിന് ചൈനീസ് കൊടുക്കും. അയാൾക്ക് വേണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റി കൊടുക്കുള്ളൂ. അപ്പം ചൈനീസ് എനിക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് ജാപ്പനീസാണ്. അങ്ങനെ പിന്നെ ജപ്പാനൊരു വലിയ ഒരു ഹരമായിരുന്നു ആ സമയത്ത്. അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് ജപ്പാനിലേക്ക് പോകുന്ന പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് അല്ലേ, അതുണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് ഒരുപാട് ചാലഞ്ചസും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരുപാടുണ്ട്. ത്രെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തീരെ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫിജിയിൽ ഞാൻ പോകുമ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ച് ചോദിച്ചു, അവിടെ വല്ലതും ചെയ്യാനുണ്ടോ, എന്താണ് കാര്യം എന്ന്. പുള്ളി പറഞ്ഞപ്പോൾ അറ്റ് ടൈം യു കം ഹിയർ വിൽ ബി ടു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ പുള്ളി. അതുപോലെ തന്നെ വന്നു. ഒരു മിലിറ്ററി കൂ വന്നു, 2 മിലിറ്ററി കൂ വന്നു. എന്നെ എക്സ്പെൽ ചെയ്തു. 72 hours ഇവിടുന്ന് വിട്ടു പോകണമെന്ന് പറഞ്ഞു. അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. സോ ഇൻസിസ്റ്റഡ് നമ്മൾ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യണം. ആ പോളിസി പണ്ടില്ലായിരുന്നല്ലോ. പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാരെ വെളിയിലാക്കി. 1 million ഇന്ത്യൻസിനെ ഇവിടുന്ന് ബർമയിൽ നിന്ന് പുറത്താക്കിയില്ലേ. അതുപോലെ യുഗാണ്ടയിൽ. അപ്പോഴൊന്നും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് പോലും ഇല്ല. അവരെ കൊണ്ടുവരിക, ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള പോളിസി ആയിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് രാജീവ് ഗാന്ധി പറഞ്ഞത് ദിസ് വിൽ നോട്ട് അക്സെപ്റ്റ്, ഇത് റിവേഴ്സ് റേസിസമാണ്, അതുകൊണ്ട് യു ഫൈറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അംബാസഡർ ഹൗ ക്യാൻ യു ഫൈറ്റ് അഗൻസ്റ്റ് യുവർ കൺട്രി? ഇപ്പോൾ ഇവിടെ ഒരു അംബാസഡർ പറയുകയാണ് ഞാൻ മോദി ഗവൺമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരും, അതുപോലെ സംഭവിക്കും. ദേ മേ ത്രോ മീ ഔട്ട്, ദേ മേ ഷൂട്ട് മീ എനിത്തിങ്. അപ്പോൾ പുള്ളി വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിൽ മേക്ക് എ സാക്രിഫൈസ് ഓഫ് യു. അങ്ങനെ പറഞ്ഞു. ഒരു തമാശ എന്നാലും രാജീവ് ഗാന്ധിയുടെ ആ സ്മൈലുണ്ടല്ലോ, ഐ കൻ നെവർ ഫർഗെറ്റ് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നൗ ഐ അണ്ടർസ്റ്റാൻഡ് സർ, ഐ എം ലീവിങ് ടുമോറോ എന്ന് പറഞ്ഞു. പുള്ളി തന്നെയാണ് എന്നെ വിളിച്ച് വരുത്തിയത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്യണം, എന്ത് പറ്റിയാലും നമ്മൾ പറ്റില്ല. അതിൻ്റെ വെരി വാലിഡ് ആർഗ്യുമെൻ്റ് ആണ് പറയുന്നത്. ഞാനിപ്പോൾ വെളിയിലുള്ള ഇന്ത്യക്കാരിൽ നിന്ന് പണവും ടെക്നോളജിയും ഒന്ന് ഇവരൊക്കെ ഉള്ള പിത്രോടെയൊക്കെ കാലം. അതെ, അപ്പോൾ അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ പോളിസി ആയിരുന്നു, വെളിയിലുള്ള ഇന്ത്യക്കാരും ബ്രില്യൻ്റ് ആയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് എനിക്ക് ഫിജിക്കാരിതൊന്നും ചെയ്യുന്നത് ഇത് ഇല്ല, എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരോട് പൊതുവെയുള്ള നടപടി എടുക്കുക, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് യു ഒപ്പോസിറ്റ് വാട്ട് എവർ ഹാപ്പൻസ്. എന്നിട്ട് ഞങ്ങൾ ഡെമോക്രസി ആദ്യം തന്നെ അയച്ചു, പുറത്താക്കി. പിന്നെ എംബസി തന്നെ അടച്ചു പൂട്ടി. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഡെമോക്രസി കെയിം ബാക്ക് താങ്ക്സ് ടു രാജീവ് ഗാന്ധി. ശരിക്കും ഈ സപ്പോർട്ടഡ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ അവർ തിരിച്ച് വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ശരി. അത് കഴിഞ്ഞ് ലീഡർ തന്നെ എന്നെ വിളിച്ചു. ഞങ്ങൾ പണ്ട് ഗോൾഫ് കളിച്ചിരുന്നു ഇതിന് മുമ്പ്. വീണ്ടും ഗോൾഫൊക്കെ കളിച്ചു. ഇപ്പോൾ ഡെമോക്രാറ്റിക്കാണ്. ഇപ്പോൾ അതേ മനുഷ്യൻ, അന്നത്തെ ലീഡർ, ഇപ്പോൾ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഇന്ത്യൻ സപ്പോർട്ടഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വളരെ കളർഫുൾ ആയിരുന്നല്ലേ പ്രൊഫഷൻ? വളരെ കളർഫുൾ. ആബ്സല്യൂട്ട്ലി. നോ ഡൾ മൂമെന്റ്. ഐ നെവർ ഹാഡ് എനി ഡൾ മൂമെന്റ്. എല്ലായിടത്തും ഓരോ കെനിയയിൽ അറ്റാക്ക് മീ. അതും പൊളിറ്റിക്കലായിരുന്നു. ഇന്ത്യക്കാരും ഏഷ്യൻസ് എന്നാണ് പറയുക, ഏഷ്യൻസ് ആൻഡ് ആഫ്രിക്കൻസ് തമ്മിലുള്ള. കാരണം പണമെല്ലാം ഏഷ്യക്കാരെടുത്തും ജോലിയെല്ലാം ലാൻഡും ഒക്കെ ആഫ്രിക്കൻസിൻ്റെ അടുത്തുമായിരുന്നു. അപ്പോൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരുടെ വീടുകളിലൊക്കെ 7-8 പേരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വിചാരിക്കും എന്തിനാണ് നമ്മൾ ഇയാളെ സെർവ് ചെയ്യുന്നത്, അയാളെ കൊല്ലാമെങ്കിൽ നമുക്ക് ഇതെല്ലാം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആണ്ടിലൊരു 10-50 പേരെങ്കിലും വധിക്കപ്പെടുമായിരുന്നു. അത്ര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ ഇവർ അറ്റാക്ക് ചെയ്തു. ഇവർ വന്ന് വീട്ടിനകത്ത് കയറി. എൻ്റെ റൈറ്റ് ലെഗും ലെഫ്റ്റ് ആമും ഇപ്പോഴും മെറ്റൽ പീസസ് ഉണ്ട്. ശരി. ഉപദ്രവിച്ചു? അടിച്ച് ശരിക്കും. ദേ ബ്രോക്ക് മൈ റൈറ്റ് ലെഗ് ആൻഡ് ലെഫ്റ്റ് ആം. സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ഡൽഹി പോലീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പട്ടി ഉണ്ടായിരുന്നു. ഒക്കെ ഇത് അർദ്ധരാത്രിയല്ലേ. ദേ വർ ഹാവിങ് ഫൺ ഇൻ ദെയർ ഓൺ റൂം. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ദേ ഷോട്ട് അറ്റ് ദി സീലിംഗ് ഭയപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ദേ കുഡ് ഹാവ് ഹിറ്റ് മീ ബട്ട് ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മകൻ അടുത്ത മുറിയിലായിരുന്നു. അവൻ ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ എല്ലാം ഓടിപ്പോയി. അവരൊരു ടണൽ ഉണ്ടാക്കിയാണ് ഇതിനകത്ത് കയറിയത്. ഞങ്ങളുടെ മുറി അടിയിൽ വരെ വന്നിട്ട് അങ്ങനെ കുറേ ദിവസമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. പിന്നെ അവിടെ ഒരു നോമാൻസ് ലാൻഡ് പോലെ നമ്മുടെ വീടിൻ്റെയും അടുത്ത വീടിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആരും കാണില്ല അവിടെ ഇരുന്ന്. അവിടെ ഇരുന്ന് ഇത് ഡഗ് ദ വേ ത്രൂ. എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ അടിയിൽ വന്നിട്ട് ജസ്റ്റ് പുഷ് ദ വുഡ്. അത് ശരി. അങ്ങനെയാണ് കാര്യം. ഈ ത്രെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് ഇമ്മീഡിയറ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ചൈനയാണോ അതോ പാകിസ്ഥാനാണോ? ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അടുത്തിടെയായിട്ട് നിരന്തരമായ ആക്രമണങ്ങൾ വരുന്നു, സൈനികരടക്കം മരിക്കുന്നു, അതിലെല്ലാം പാക് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നുള്ള വാർത്തകളും വരുന്നു. എന്താണ് സ്ഥിതി? അത് പാകിസ്ഥാനും ചൈനയും കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്ര ധൈര്യമൊന്നും വരില്ലല്ലോ. ഇപ്പോൾ ചൈനയ്ക്കുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പം POK പറ്റി നമ്മൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ ചൈനയ്ക്ക് വളരെ ശക്തമായ ഒരു നിലപാടാണുള്ളത്. കാരണം ആദ്യം മുതൽ തന്നെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അവർ നെഗോഷിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് സ്ഥലം അവർ എടുത്തിട്ടുണ്ടല്ലോ. കുറേ റോഡുകളൊക്കെ അവിടെ കിട്ടിയത്. ഇപ്പം ദാറ്റ് ഈസ് ഇൻ പൊസഷൻ ഓഫ് ചൈന. അപ്പോൾ ചൈന പറയുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഇത് ഇന്ത്യയും പാകിസ്ഥാനുമാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്, ചൈനീസ് തന്നെ. അവർ ഇവരുടെ നിന്ന് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കുക. അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്ററും ഫോറിൻ മിനിസ്റ്ററും ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് POK നമ്മൾ ലിബറേറ്റ് ചെയ്യും എന്നുള്ളത്. ദാറ്റ്സ് എ വെരി സ്ട്രോങ് പോയിന്റ് വിത്ത് പാകിസ്ഥാൻ സർട്ടൻലി. പക്ഷേ ചൈനയ്ക്കും അതിൽ വലിയ ഒരു മേജർ ഇൻട്രസ്റ്റ് ഉണ്ട്. പോരെങ്കിൽ ഇപ്പോൾ ഈ BRI എന്ന് പറഞ്ഞ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, സി ജിൻപിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഒരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോപ്പറേഷൻ ഒരു കോറിഡോറുണ്ട്. അപ്പോൾ അത് വന്നതുകൊണ്ടാണ് നമ്മൾ BRI അക്സെപ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ കാശ്മീരിൻ്റെ നടക്കുന്ന അറ്റാക്കിൽ പാകിസ്ഥാനോടൊപ്പം ചൈന പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു എന്താണ് അൺചേഞ്ചബിൾ റിലേഷൻഷിപ്പാണ്. ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യ ലിബറേറ്റ് ചെയ്യുമോ? അതിനൊരു പേഴ്സണലി സ്പീക്കിംഗ് ഐ ഡൗട്ട് ഇറ്റ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും, ലൈൻ ഓഫ് കൺട്രോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണെന്ന്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ അത് ലൈൻ ഓഫ് കൺട്രോൾ അക്സെപ്റ്റ് ആയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്രോബ്ലി വി ഹാവ് ടു കീപ്പ് ഓൺ സേയിങ് ഫോർ സം ടൈം ആൻഡ് അഡ്ജസ്റ്റ് ദി മെൻറ്റാലിറ്റി ഓഫ് ദ പീപ്പിൾ. ഇഫ് ഐ നൗ സേ ടു എനിബഡി ദാറ്റ് LOC എന്ന് പറഞ്ഞാൽ എത്ര തവണ നിങ്ങളിത് പറഞ്ഞിരിക്കുന്നുണ്ട്, LOC ആണ് ബോർഡർ. അവർക്ക് വേണ്ടത് LOC പ്ലസ് കാശ്മീർ. അതാണല്ലോ അവരുടെ കാശ്മീരാണ് അവരുടെ അന്തിമ ലക്ഷ്യം. അതെ. അപ്പം പക്ഷേ LOC കാശ്മീർ വഴി വരച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഭുട്ടോ അത് മാറ്റിയല്ലോ. ഭുട്ടോ വരച്ച LOC മാറ്റി വെച്ച സിംലയിൽ വെച്ച് കാശ്മീർ നമ്മുടെ കൂടെ വെച്ചുകൊണ്ടൊരു LOC ആണ് വരച്ചത്. പക്ഷേ അദ്ദേഹം ഒപ്പിടാതെ പോയി. സിംല അഗ്രിമെൻറ്റിൽ പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഞാനിത് സൈൻ ചെയ്താൽ ടോൾ മിസ്സസ് ഗാന്ധി, ഞാൻ തിരിച്ചു പോകുമ്പോൾ അവരെന്നെ തൂക്കിക്കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഈ വര കൊണ്ടൊരു യാതൊരു ഗുണമില്ല, ഞാൻ പോയിട്ട് എല്ലാവരോടും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ വന്ന് സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സസ് ഗാന്ധി ഒരു അമ്മയെ പോലെ ശരി മോനെ കൊല്ലണ്ടെന്ന് പറഞ്ഞയച്ചു. അയാളെ കൊല്ലുകയും ചെയ്തു, സിംല അഗ്രിമെൻ്റ് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. രണ്ടും സംഭവിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈന ഇന്ത്യയുടെ ശത്രു തന്നെയാണ്, ഏറ്റവും വലിയ ശത്രു രാജ്യം തന്നെയാണ്. പക്ഷേ അവർ സഹകരണം ഉണ്ടാകാനുള്ളൊരു ശ്രമം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകും. ആദ്യം
ഈ മോദി ഗവൺമെൻറ് വന്നപ്പം ഷീ ജിൻപിങ് ഇവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. അതെ, അദ്ദേഹം ആ ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് ചൈനീസ് വന്നത്. റിയലി ലിറ്ററലി ഹാപ്പൻ. ഈ അരുണാചൽ ഗുജറാത്തിലൊരു ഊഞ്ഞാലിരുന്ന് രണ്ടുപേരും കൂടെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെസ്സേജ് വന്നത് ചൈനീസ് അറ്റാക്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു നയതന്ത്രമാണ്. അതെപ്പോഴും വി ആർ നോർമലൈസിങ് റിലേഷൻസ് നമുക്ക് താല്പര്യമുണ്ട്, പക്ഷേ അറ്റ് അവർ കോസ്റ്റ് എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും വരുത്തി കഴിഞ്ഞിട്ട് ആ പഴയ പൊസിഷനിലുള്ള സ്ഥലങ്ങളിൽ പോയി അറ്റാക്ക് ചെയ്ത് ഒരു 3-4 പോസ്റ്റ് അവർ ഓക്യുപ്പൈ ചെയ്യും. കാരണം ഈ പാകിസ്ഥാനിലേത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡീമാർക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ചൈന ബോർഡറിൽ ഒരു വരയൊന്നുമില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളെത്ര അങ്ങോട്ട് പെട്രോൾ ചെയ്യുന്നോ ചൈനീസിനെ കാണുന്നവരെ നമ്മൾ പോകും. അപ്പോൾ അതുവരെ നമ്മുടെ എന്നുള്ള മട്ടിൽ നമ്മൾ അവിടെ നിൽക്കുകയും അവർ ചില ബഹളം ഉണ്ടാക്കും, ചീത്ത വിളിക്കുകയും ഹിന്ദി പാട്ട് പാടുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ അവിടെ സെറ്റിൽ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറിപ്പോകും. വെതർ മാറുമ്പം ഇവർ ഇങ്ങോട്ട് വരും, ഇത് ഇവിടെയാണെന്ന്. അപ്പം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഒരു ഫിക്സ്ഡ് അല്ല, മാപ്പിലും ഇല്ല, അല്ലാതില്ല, ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖ എന്ന് പറയുന്നത്. അതെ, അത്രേ ഉള്ളൂ, നിയന്ത്രണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതവർക്കൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ടാണ് അവർ ബോർഡർ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാത്തത്. അവർ പറയുന്നത് അവരുടെ അരുണാചൽ പ്രദേശ് അവരുടെയാണ് എന്ന് തീർത്ത് പറയുന്നുണ്ട്, അക്സായി ചിൻ അവരുടെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഒരു എക്സ്ചേഞ്ച് ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ അവർ അക്സായി ചിൻ എടുക്കുക, എന്നിട്ട് ഇവർ കൊടുക്കുക എന്നുള്ള ഈ അരുണാചൽ പ്രദേശ് അവർക്ക് കൊടുത്താൽ എല്ലാം സെറ്റിൽ ചെയ്യാവുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മളത് റിജക്റ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇതിന് അരുണാചൽ പ്രദേശിന് വിട്ടുള്ള കളിയൊന്നുമില്ല. അരുണാചൽ പ്രദേശ് നമ്മുടെ തന്നെ സൈന്യം ഫോർമേഷൻ ഇല്ലേ? ഓടിപ്പോയല്ലോ. 62 എല്ലാവരും താഴെ ഒന്നുമില്ലേ? അതുപോലെ പണ്ഡിറ്റ് നെഹ്റു ഒരു വാക്ക് പറഞ്ഞിരുന്നു അക്കാലത്ത്, ഈ അക്സായി ചിന്നിൽ ഒരു പുല്ല് പോലും കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അക്സായി ചിൻ തന്നതുകൊണ്ട് നമ്മൾ അരുണാചൽ പ്രദേശ് കൊടുക്കില്ല എന്ന് അദ്ദേഹം ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൻ്റെ കാര്യത്തിൽ ഒരു ലൈന് വേണ്ടി നമുക്ക് സ്ട്രൈവ് ചെയ്യാം, പക്ഷേ ഇവിടെ എവറിതിങ് ഹാസ് ടു ബി നെഗോഷിയേറ്റ്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ 2000 അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് ദർ ഈസ് നോ ബേസിക് എഗ്രിമെൻറ്റ് നമ്മളില്ല എന്നാണ് പറയുന്നത്. 1988 രാജീവ് ഗാന്ധി പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം, ബോർഡർ പിന്നെ സെറ്റിൽ ചെയ്യാവുന്ന ഒരു എഗ്രിമെൻ്റ്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് എഗ്രിമെൻ്റ് ആയിരുന്നു. അതനുസരിച്ച് നമ്മൾ UN ഒക്കെ ചൈനയായിട്ട് ഒന്നിച്ച് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ട്രേഡ് ആയാലും ഒക്കെ നമ്മുടെ എല്ലാം പോളിസി സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇന്ത്യക്കുണ്ടായി, ചൈനയ്ക്കും ഉണ്ടായി. പിന്നെ 93 നരസിംഹറാവു പോയി പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി ഓൺ ദ ബോർഡർ, എന്തൊക്കെ സംഭവിച്ചാലും നമ്മളവിടെ രക്തം ചൊരിയില്ല എന്നൊരു അതൊരു മേജർ എഗ്രിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഈ സംഘർഷം ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള അല്ലാതെ ഒരു അറ്റാക്കിലേക്ക് ഇനിയും കടക്കും? കടന്നുകൂടുന്നില്ല. ഇപ്പോഴും അവർ മാറിയിട്ടില്ലല്ലോ, ദേ ഹാവ് നോട്ട് വിഡ്രോൺ. അല്ല, ചൈനയായിട്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ പിന്നീട് അതൊരു വലിയ വാറിലേക്ക് പോകും. അതെ, അതിനുള്ള ബാലൻസ് ഇല്ലല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മളുപരമായിട്ടൊരു ഒരു ഫിസിക്കൽ വാറിനുള്ള പോസിബിലിറ്റി ഇല്ല. നമ്മുടെ എക്കോണമി തന്നെ നമ്മൾ 5 ട്രില്യൺ ആലോചിക്കുന്നേ ഉള്ളൂ, അവർ 15 ട്രില്യൺ ആക്കി കഴിഞ്ഞിരിക്കുന്നു. വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഫോർ ട്രേഡ്. നമ്മുടെ 70% നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ലഡാക്കിലെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും, അവർ ടിക്ടോക്ക് പോലും നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അതെല്ലാം തിരിച്ചു വന്നു. അല്ല, അവരുടെ ഈ ട്രേഡ് പ്രത്യേകിച്ചും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആ ഒരു സോഫ്റ്റ് കോർണർ പോലും അവർക്കില്ല. അത് ഇല്ലെന്ന് തന്നെയല്ല, നമ്മളത് റിജക്റ്റ് ചെയ്യാൻ പോയാലും നമുക്ക് പറ്റുന്നില്ല. ആദ്യത്തെ ഒരു ലഡാക്കിലൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, പുള്ളി പറഞ്ഞു ടോട്ടലി ബോയ്ക്കോട്ട് ചെയ്യണം ചൈനീസ് ഗുഡ്സ് എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റില്ല. കാരണം പ്രൈസ് ഇസ് സോ മച്ച്, പൊളിറ്റിക്കൽ പ്രൈസ് അല്ല. ഇപ്പോൾ ഈ റോഡിൽ വെച്ചിരുന്ന എയർ കണ്ടീഷണർ പോയ ആളുകൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന പടമൊക്കെ ഒട്ടിച്ച് നമ്മളെ കൊണ്ട് 10 വിലയ്ക്ക് വാങ്ങിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ ട്രേഡേഴ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, ചൈനീസ് ഗുഡ്സ് വേണ്ട എന്നുള്ളത്. അല്ലെങ്കിൽ മസ്കിറ്റോയെ കൊല്ലുന്ന ബാറ്റ് ഇന്ന് ആരോ അതിനെപ്പറ്റി നമ്മുടെ രവീന്ദ്രൻ നായരല്ലേ UN അതിനെപ്പറ്റി അതൊരു പ്രത്യേക ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, പടമൊക്കെ ആയിട്ട്. കാരണം അത് നമുക്കുണ്ടാക്കണമെങ്കിൽ അതിനൊരു 1000 രൂപയെങ്കിലും ആകും. ഇത് 30 രൂപയ്ക്ക് 40 രൂപയ്ക്കാണ് അവർ മസ്കിറ്റോ. അപ്പോൾ എല്ലാവരും മസ്കിറ്റോ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ അത് ചൈനീസാണ്, വാങ്ങിക്കരുത്, അങ്ങനെയുള്ള തിങ്കിങ് ഒന്നും നമുക്കില്ല. അല്ല, ഇപ്പോൾ ചൈനയോ ഇന്ത്യയും തമ്മിലുള്ള റിലേഷനിൽ ഈ റഷ്യയുടെ റോൾ ഇപ്പോൾ എങ്ങനെ? ഇപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹാസ് ബിക്കം ദ ഫ്രണ്ട് ഓഫ് അവർ വേഴ്സ്റ്റ് എനിമി, ടു പുട്ട് ഇറ്റ് ബ്ലണ്ട്ലി. ഇല്ല, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് റഷ്യയാണ്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചൈനയാണ്. അവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ടൊരു അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പാണ്
എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പുടിൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവരുടെ ഡീലെന്ന് പറയുന്നത് ചൈന തായ്വാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ റഷ്യ വിൽ സപ്പോർട്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യുക്രൈനെ ചൈന സപ്പോർട്ട് ചെയ്യാത്തത്. റഷ്യ യുക്രൈനിൽ സപ്പോർട്ട് ചെയ്യുക. തായ്വാൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ വേൾഡ് വാർ. സോ അവിടെ അപ്പം ചൈനയും തായ്വാനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ഫോർമിഡബിൾ വാറായി പോവില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ പോലും. അല്ല, അങ്ങനെ ഒരു വേൾഡ് വാർ, മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകം പോകില്ല. തായ്വാൻ ചൈന അറ്റാക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ദേ വിൽ ഡു ഇറ്റ് ഓൺലി ബിക്കോസ് അമേരിക്ക കനോട്ട് വിത്ഡ്രോ ഫ്രം തായ്വാൻ. ദേ ആർ സോ മച്ച് ഇൻവോൾവ് ഇൻ ദാറ്റ്. അവരുടെ സെക്യൂരിറ്റി ആപ്പറേറ്റസ് മുഴുവനും തായ്വാൻ ഓറിയൻറ്റഡ് ആണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം അവരൊരു കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്നുള്ളത് കമ്മ്യൂണിസം നമുക്ക് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസം ഒന്നും അവിടെ ഒന്നുമില്ല. അതിനെപ്പറ്റി ഒന്നും ആരും പറയാറുമില്ലല്ലോ. അതല്ല, അവരുടെ മ്യൂച്വൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ചൈനയും റഷ്യയും കൂടെ ചേർന്നാൽ അമേരിക്കയെ ബീറ്റ് ചെയ്യാമെന്നുള്ള ഒരു തിങ്കിങ് ആണ് അവർക്കുള്ളത്. അതാണ് ഇവഞ്ച്വലി ഇപ്പം വേൾഡിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഭാവിയിൽ ഒരു മൾട്ടി പോളാർ വേൾഡ് ഉണ്ടാകുന്നതാണ്. ഇപ്പം ആദ്യം യൂണിപോളാറായിരുന്നു, പിന്നെ ബൈപോളാറായി, പിന്നെ റഷ്യ സോവിയറ്റ് യൂണിയൻ പിന്നെയും യൂണിപോളാറായി. അപ്പോൾ അത് കഴിഞ്ഞൊരു മൾട്ടി പോളാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ചൈന, ഇന്ത്യ, അങ്ങനെ ഒരു 6 പോൾസ് ഉണ്ടാകുമെന്നുള്ളൊരു അതായിരുന്നു നമ്മുടെ അംബിഷനും ഈ അടുത്ത കാലത്ത് വരെ. നമുക്ക് ഒരു പോൾ ഉണ്ടാകും, അങ്ങനെ ഒരു മൾട്ടി പോളാർ വേൾഡ്, ഒരു ബാലൻസ്ഡ് വേൾഡ് ഉണ്ടാകുന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹവും. അത് നമ്മുടെ ജയശങ്കറിൻ്റെ അച്ഛനാണത് ഈ തിയറി പ്രോപ്പഗേറ്റ് ചെയ്തത്. പുള്ളി നമ്മുടെ ന്യൂക്ലിയർ വെപ്പണിൻ്റെ ആളാണല്ലോ. ന്യൂക്ലിയർ വെപ്പൺ വേണമെന്ന് വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹമായിരുന്നു. അതുപോലെ അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു ഈ 6 പോൾസിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി, ആരാണ് നമുക്ക് കിട്ടുന്നത് ഈ 6th പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ആരാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അത് ഇല്ലല്ലോ. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തോട് നമ്മുടെ ജസ്വന്ത് സിംഗിനോട് അദ്ദേഹം ചോദിച്ചു, അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആൽബർട്ട് ചോദിച്ചു, ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ സപ്പോസ് ഇന്ത്യ ഗെറ്റ്സ് ഇൻ ടു എ വാർ വിത്ത് എ കൺട്രി ആൻഡ് വിച്ച് അതർ കൺട്രി വിൽ സപ്പോർട്ട് യു ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ജസ്വന്ത് സിംഗ് വാസ് ബിറ്റ് taken aback. So he was going to say something. Then Talbot said, "Don't tell me Bhutan and Mauritius." ഇങ്ങോട്ട് സോ ജസ്വന്ത് പറയേണ്ടി വന്നില്ല, പറയാനില്ല. അന്നേരം അങ്ങനെയുള്ളൊരു സ്ട്രോങ് അല്ലെ സഖ്യകക്ഷി ഇല്ല അല്ലേ? അത് നോൺ അലൈൻമെൻ്റ് ഒരു പ്രൈസ് വി ആർ പേയിങ്. പക്ഷേ നമ്മൾ റഷ്യയായിട്ട് ചേർന്ന് നിന്നിരുന്നതുകൊണ്ടല്ലേ ബംഗ്ലാദേശൊക്കെ നമ്മൾ വിജയിച്ചത്. അപ്പോൾ വി ആർ ഫ്ലെക്സിബിൾ ഇനഫ് ടു ഡീൽ വിത്ത് നോൺ അലൈൻമെൻറ്റ് ഇൻ എ പർട്ടിക്കുലർ വേ. മിസസ് ഗാന്ധി പറഞ്ഞില്ല, ഹെൽ വിത്ത് നോൺ അലൈൻമെൻറ്റ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ ബംഗ്ലാദേശ് ഈസ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അത് ആ ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. പക്ഷേ എന്നാലും ഇഫ് യു ആർ നോട്ട് യുവർ ഫ്രണ്ട് ഈസ് യുവർ എനിമി എന്ന് പറയുന്ന ഒരു വിശ്വാസം പലർക്കും ഉണ്ടല്ലോ. അതെ അതെ. ഇപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ബൈഡൻ വന്ന ശേഷം ഇന്ത്യയോടുള്ള അടുപ്പം വളരെ കുറഞ്ഞില്ലേ? അതെ, അതൊരു ഇന്ത്യയോട് വിരോധം എന്നുള്ള ഒരു മട്ടിലല്ല. അവർക്ക് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എല്ലാ രാജ്യങ്ങളെയും പറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് കാര്യത്തിൽ എങ്ങനെയാണ്, ഡെമോക്രസി എങ്ങനെയാണെന്ന് പറഞ്ഞ് അതൊരു അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് ആണ്. സോ എവറി ഇയർ ദേ വിൽ മേക്ക് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. അത് ഒബ്ജക്റ്റീവ് അല്ല തീർച്ചയായിട്ടും, പക്ഷേ അത് പിന്നെ അവരത് ദേ ആർ ഒബ്ലൈസ്ഡ് ടു ആക്ട് അഗെൻസ്റ്റ് ദാറ്റ് കൺട്രി ഓൺ ദാറ്റ് ബേസിസ്. ഇങ്ങനെ ഒരു സെൽഫ് പെർപ്പിച്വേറ്റിംഗ് സിസ്റ്റമാണത്. ഇപ്പം ബൈഡൻ ഇന്ത്യക്കെതിരായിട്ട് എഴുതുമെന്ന് പറയുന്നതല്ല, പക്ഷേ അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ദെയർ ഓൺ ഇൻഫർമേഷൻ വാട്ട് എവർ ദേ ഗെറ്റ്, പഞ്ചാബിലൊരു സർദാർജിയെ തൂക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിപ്പോർട്ടുകൾ വരും. അത് നമുക്ക് ദേ വിൽ സെൻഡ് ഇറ്റ് ടു യു ഓൾസോ. അപ്പോൾ നമ്മളൊക്കെ കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് ഇങ്ങനെ അത് അവർ ബിക്കംസ് എ റിക്വയർമെൻറ്റ്. ഇദ്ദേഹം വന്നപ്പോഴും ഓർമ്മയില്ലേ, നമ്മുടെ ഒബാമ വന്നപ്പോൾ ബ്യൂട്ടിഫുൾ വിസിറ്റായിരുന്നു. രണ്ടാമത്തെ തവണ അദ്ദേഹം വന്നപ്പോൾ അപ്പോഴാണ് ഈ ഏഷ്യ പസഫിക്കിൽ ഇന്ത്യയും ഈ ക്വാഡിൻ്റെ ഒരു ബിഗിനിങ് ഒക്കെ ആ സമയത്താണ് ഉണ്ടായത്. എന്നിട്ടും ആ വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇദ്ദേഹം ഒരു പബ്ലിക് ഫംഗ്ഷന് പോയി ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തു. എല്ലാവരും സ്റ്റണ്ടായിപ്പോയി. അപ്പോൾ എൻ്റെ റിക്വയർമെൻ്റാണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെൻറ്റ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പോയിട്ട് ഇതിലേക്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയ്ക്കൊരു റൂട്ടീൻ മാറ്ററാണ് ഡെമോക്രാറ്റ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ട്രൂഡോ റേസ് ചെയ്ത പ്രശ്നം, ഒരാളെ ആക്ച്വലി കൊന്നു എന്നാണല്ലോ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. അതും ഇവിടുന്ന് പോയിട്ടാണ്. G20 പോയത് നേരെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ പോയിട്ട് ഇന്ത്യയെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതൊരു
എനിക്കന്നേരം തോന്നിയത് അദ്ദേഹം ഹി ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഹി സോ ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഗ്രോത്ത്. അത് മാത്രമല്ല അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഇങ്ങനെ കഥകൾ കേട്ടിരുന്നു. അല്ല, അതിന് മുമ്പ് അദ്ദേഹം 2 ടെററിസ്റ്റിനെയും കൊണ്ട് ഇവിടെ ഒരു വിസിറ്റ് നടത്തി. 2 ടെററിസ്റ്റിനെയും കൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ടായിരുന്നു. പഞ്ചാബികളാണ് അവർ ടെററിസ്റ്റിൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് എവിഡൻസ് ഉള്ള 2 പേരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷനിൽ വന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തു. അവർ നമ്മളധികം ഒന്നും അടുപ്പിച്ചില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇതൊരു പഴയ പ്രശ്നമാണ്. കാരണം ട്രൂഡോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കണമെങ്കിൽ ഖാലിസ്ഥാനീസിൻ്റെ സപ്പോർട്ട് വേണം. അദ്ദേഹത്തിന് ഇത്ര 3-4 സിഖ് മന്ത്രിമാർ നമ്മുടെ ഗവൺമെൻറ്റിൽ ഇല്ലാത്തവരെ. അപ്പം ഫോർ ഹിം ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് സർവൈവൽ. അപ്പോൾ അതിന് ഇന്ത്യയെ എതിർത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അയാൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ കാനഡയുടെ കാര്യത്തിൽ തന്നെ US വളരെ രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടല്ലേ താല്പര്യം എടുക്കുന്നുണ്ട്. അതിന് 5 eyes എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ. അത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞുണ്ടാക്കിയതാണ്. ഈ 5 രാജ്യങ്ങൾക്കെതിരായി എന്തെങ്കിലും സ്പൈ വർക്ക് എന്തെങ്കിലും ഉണ്ടാകണം, അവർ ജോയിനൻ്റ് ആയിട്ട് അതിനെ എതിർക്കുന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഹാസ് നെവർ റിവോക്ഡ്. അങ്ങനെ ആരും എന്നെ വിളിച്ച് കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഇത് വന്നപ്പോൾ ഈ കനേഡിയൻസ് നമ്മുടെ 5 eyes. അപ്പോൾ അവരെല്ലാം ഈ 5 രാജ്യങ്ങളും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ദെൻ അമേരിക്ക വെൻറ്റ് ലിറ്റിൽ ബിറ്റ് ഫർദർ. അവിടെ ഒരു പന്നൂൺ എന്ന് പറഞ്ഞ ഒരാളിനെ വധിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്നും അവർക്ക് എവിഡൻസ് ഉണ്ടെന്നും. പക്ഷേ ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ അടുത്ത് നമ്മളും റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സീക്രട്ടായിട്ടാണ്, കോൺഫിഡൻഷ്യലായിട്ടാണ്. ഈ ഇങ്ങനത്തെ അക്യൂസേഷനും ഡെമോക്രസീസ് തമ്മിൽ അങ്ങനെ എതിർക്കാറില്ല. ട്രൂഡോ ആണ് അത് ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവന്നൊരു ഇഷ്യൂ ആക്കിയത്. അപ്പോൾ ഈ 5 eyesൻ്റെ അവരുടെ എഗ്രിമെൻ്റ് കാരണം മറ്റുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിലാണ് ഈ പന്നൂണിനെ കൊല്ലാൻ ആരോ ശ്രമിച്ചു, അത് ഇന്ത്യൻ എംബസിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞവർ നേരിട്ട് നടക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് 2 വർഷം ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ നവംബറിൽ വരാൻ പോകുന്ന US തെരഞ്ഞെടുപ്പിൽ ബൈഡൻ വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യക്ക് അത്ര നല്ലതല്ലേ? ട്രംപ് മത്സരിക്കുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. ട്രംപ് മത്സരിക്കുന്ന കാര്യത്തിലോട്ട് ഉറപ്പായിട്ടും ഇല്ലല്ലോ. തന്നെയാണ് കേസുകൾ പ്രശ്നങ്ങളൊക്കെ. കേസുകളൊന്നും പ്രശ്നമല്ല. സോഫാർ അതും ഇതൊക്കെ കേസുണ്ടെങ്കിലും മത്സരിക്കരുതെന്ന് അർത്ഥം പറഞ്ഞിട്ടില്ല. അൺലെസ് ഇറ്റ് ഗോസ് ടു സുപ്രീം കോർട്ട് ഓർ സംതിങ്. ഇപ്പോൾ ഈ കോഡ് സഖ്യം പോലും വളരെ ഫലപ്രദമാണ്. ക്വാഡ് ഫലപ്രദമാണെന്ന് അവർക്ക് വിശ്വാസമില്ലല്ലോ. ഇപ്പോൾ നമ്മളിതൊരു മിലിറ്ററി പാക്റ്റായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് അവർക്ക് ആവശ്യം. ഈ 4 ഡെമോക്രാറ്റിക് കൺട്രീസ് ഇൻ ദ പസഫിക് മസ്റ്റ് വർക്ക് ടുഗദർ. വി ആർ ദ ഓൺലി 4 ഡെമോക്രസീസ്. അവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ജപ്പാൻ ഓസ്ട്രേലിയയും വരും, US-ഉം ഓൾറെഡി ദേ ആർ മിലിറ്ററി അലൈസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. വേറെ മിലിറ്ററി അലയൻസിലുള്ളതല്ല. സോ ഫോർ ദം ദർ ഇസ് നോ ഇഷ്യൂ. നമുക്കുള്ള ഇഷ്യൂ നമ്മളൊരു മിലിറ്ററി അലയൻസിൽ ഇതുവരെ ചേർന്നിട്ടില്ല. രണ്ടാമത് നമുക്കേ ഉള്ളൂ കോമൺ ബോർഡർ. അപ്പോൾ ഇവരൊക്കെ ചൈനയ്ക്കായിട്ട് ഇതിനായിട്ട് വർക്ക് ചെയ്തൊരു വലിയ സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ എവിടെയാണ് ചൈനക്കാർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? അവർ ഓസ്ട്രേലിയ പോയി അറ്റാക്ക് ചെയ്യാനൊക്കില്ലല്ലോ. അപ്പോൾ നമ്മളായിരിക്കും ഫ്രണ്ട് ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് യുദ്ധത്തിൽ. അപ്പോൾ അത് നമുക്ക് ആഗ്രഹമില്ല അതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാഡിനെ കാണുന്നത് ഒരു മോറൽ ഫോഴ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പോയി ഓക്കസ് എന്ന് പറഞ്ഞ് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയല്ലോ, അവരുടെ അലൈസിനെ ചേർത്തുകൊണ്ട്. അപ്പോൾ നമ്മളെ കാര്യത്തിൽ മുഴുവനായിട്ട് വിശ്വസിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ഓക്കസ് എന്ന് പറഞ്ഞ ഒരെണ്ണം അവരുണ്ടാക്കിയത്. അപ്പോൾ അതിങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻസ് സമയം കിട്ടുമ്പോഴേ നമ്മളോട് പറയും പ്ലീസ് ജോയിൻ, ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ. പക്ഷെ നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചൈന എത്ര വളരെ ഓപ്പോസിഡായിട്ട് വരുന്നു, ചൈനയും റഷ്യയും കൂടെ കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ വി വിൽ ബി ഡ്രിവൺ ഇൻ ടു ദ ആംസ് ഓഫ് ദി അമേരിക്കൻസ്. അതാണ് പ്രശ്നം. പക്ഷേ റഷ്യയായിട്ടുള്ള ആ ഒരു പഴയ റിലേഷൻഷിപ്പ് വളരെ സ്ട്രെയിൻഡ് ആയില്ലേ? എന്നും ഡയറക്റ്റായിട്ട് വരുന്നില്ല. യുക്രൈൻ ഇന്ത്യ അവർക്ക് എതിരായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ G20 ഒരു കൺസെൻസസ് ഉണ്ടാക്കിയല്ലോ ആദ്യമായിട്ട്. നമ്മളല്ലേ ചെയ്തത്. പക്ഷേ അതിലൊന്നും ഓൺ ദ ഗ്രൗണ്ട് ഒരു വ്യത്യാസവും വന്നില്ലല്ലോ. ഇതിൽ G20 ഇന്ത്യയുടെ ഒരു ലീഡർഷിപ്പ് വലിയ രീതിയിൽ വന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള ഒരു അംഗീകാരം ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ എഴുതുന്നു, ചൈന ഇന്ത്യ envy എന്ന് പറഞ്ഞിട്ട്. ഇവർക്കൊരു ദേ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് അവർ ഗ്രോത്ത്. അതാണൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്, ഈ ഇപ്പം ഗവൺമെൻറ് പറയുന്ന കണ്ടിന്യൂറ്റി ഫോറിൻ പോളിസി. അപ്പോൾ എൻ്റെ അടുത്ത ആർട്ടിക്കിൾ കണ്ടിന്യൂറ്റി ഈസ് നോട്ട് ഇനഫ് എന്നാണ്. ശരി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, ഇതിങ്ങനെ ഈ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മളെല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യുക, അമേരിക്കൻസ് കാനഡ പോയി അതും ഇതും പറയുക. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ റിലൈ ചെയ്യാൻ പറ്റും? അത് നമുക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യണം. അപ്പോൾ അതൊരു പകുതി നമ്മൾ വി ആർ പേയിങ് എ പ്രൈസ് ഫോർ സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
വിജയത്തിനൊരു വില കൊടുക്കേണ്ടി വരും. G20 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. അൺതിങ്കബിൾ റിഫോംസ് ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ മൾട്ടിലാറ്ററലിസ്റ്റാണ്, ഞാൻ എല്ലാ കാലത്തും UN-ലാണ് ഇരുന്നത്. അപ്പോൾ ഈ മൾട്ടിലാറ്ററലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പേസ് ഉണ്ട്, ഒരു റൂളുണ്ട്, ചർച്ചകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മളെന്ത് ചെയ്തു, ആ ബോൾ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം സ്കോർ അടിച്ചിട്ട് ഇങ്ങനെ പോന്നു. അങ്ങനെയാണ് ചെയ്തത് G20. നമ്മൾ 200 മീറ്റിങ്സ് നടത്തി, എല്ലാ അഗ്രിമെൻറ്റും ശരിയാക്കി, റഷ്യ ഉക്രൈൻ വാർ വരെ അഗ്രിമെൻ്റ് ഉണ്ടാക്കി, എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇതെന്താ മൾട്ടിലാറ്ററലിസം നമ്മളതങ്ങനെ റിഫോം ചെയ്യുക നമ്മൾ തന്നെ. അപ്പോൾ അതൊരു ഭയങ്കര കൺസേൺ ഉണ്ടാക്കി അവർക്ക്. അതൊരു ജെനുവിനായിട്ട് അവരുടെ ഒരു ഭയമായിരുന്നു അത്. അപ്പോൾ ബ്രസീൽ വന്നപ്പോൾ അവർ സമാധാനമായി. അപ്പോൾ അങ്ങനൊരു കുഴപ്പമാണ്. നമ്മൾ ഒരു വളരെ അഗ്രസീവ് ആയാൽ നാച്ചുറലി ദർ വിൽ ബി എ റിയാക്ഷൻ. ഡിപ്ലോമസി കുറെ കൂടെ ആവശ്യമാണല്ലേ എന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ വീണ്ടും മോദി മന്ത്രിസഭ മൂന്നാമതും വന്നിട്ടുണ്ട്. അതിൽ ജയശങ്കർ വീണ്ടും വിദേശകാര്യ മന്ത്രിയായി അത് അറിയാമായിരുന്നല്ലോ. അതെ, അത് എന്തു സാറിന് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോറിൻ മിനിസ്റ്റേഴ്സ് വി എവർ ഹാഡ്. തീർച്ചയായിട്ടും സാറിൻ്റെ ജൂനിയർ ആയിരുന്നു തോന്നുന്നു അല്ലേ? പിന്നെ എന്നെക്കാൾ 10 കൊല്ലം. എൻ്റെ അടുത്ത് അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട് എന്നെ ഗുരുവാണെന്ന്. 10 കൊല്ലം ഈ വാസ് ഇൻ മൈ, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മോസ്കോയിൽ നിന്ന് തിരിച്ചു വന്നു, അദ്ദേഹം മോസ്കോയിലേക്ക് പോകുമായിരുന്നു. അപ്പം എനിക്കൊരു ഓഫീസുണ്ട്, അദ്ദേഹത്തിന് ഓഫീസില്ല, കാരണം ട്രെയിനിങ് ആയിരുന്നല്ലോ. സോ യൂസ് ടു സ്പെൻഡ് അബൌട്ട് 6-7 months ഇൻ മൈ റൂം. അപ്പോൾ അങ്ങനെയുള്ള അടുപ്പമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞങ്ങളുടെയൊക്കെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു വാഷിങ്ടണിൽ. അദ്ദേഹത്തിൻ്റെ മകനെ ഈ ഫീൽഡിൽ തന്നെ. അതെ ധ്രുവ ജയശങ്കർ. അപ്പോൾ ഞാനവിടെ ഒരു ഫെലോഷിപ്പിന് ബ്രൂക്കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പം ഹി വാസ് അണ്ടർ ട്രെയിനിങ് ദർ. അപ്പോൾ എനിക്ക് ഫോട്ടോ കോപ്പിയൊക്കെ ഉണ്ടാക്കി തരികയും ചായ ഉണ്ടാക്കി തരികയും ചെയ്യുമായിരുന്നു. പുള്ളി ഒരു വളരെ ഒരു പ്രത്യേക സ്വഭാവമാണ് അല്ലേ? ഇത് വളരെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും വളരെ ഷാർപ്പ് ഡിസിഷൻസ്. ജയശങ്കർ വെരി മച്ച് ഈസ് ഹാർഡ്, വെരി സ്ട്രോങ്ലി. പക്ഷേ ഒരിക്കലും ഒരു തെറ്റ് പറയില്ല. മറ്റുള്ളവരതിനെ അദ്ദേഹം ഓവർഡു ചെയ്യുന്നു എന്നൊക്കെ പരാതികളുണ്ടെങ്കിൽ പോലും, ബട്ട് ഹി സ്റ്റാൻഡ്സ് ഓൺ ഹിസ് ഓൺ ലെഗ്സ് ആൻഡ് ഹി ഹാസ് ദ സപ്പോർട്ട് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പിന്നെന്താ വേണ്ടേ? ഇപ്പോൾ മൂന്നാം തവണ വന്നപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു പോയത് വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ അത് വളരെ അക്സെപ്റ്റബിൾ ആണ്. വലിയ സന്തോഷം. അതാണ് രസം. ഈ ഡെമോക്രസി എന്ന് പറയുന്നത്, സപ്പോസ് യു ആർ ഇലക്റ്റഡ് യുനാനിമസ്ലി, പോസിബിൾ എല്ലാ MP-മാരും സപ്പോസ് BJP എന്ന് വെച്ചോളൂ. അപ്പോൾ അവർ പറയും ഇത് ഡെമോക്രസി അല്ല, ഇത് ഓട്ടോക്രസി ആണെന്ന് പറയും. പക്ഷേ ആക്ച്വലി യു കെയിം ത്രൂ ഇലക്ഷൻസ്. അതാണ് ഒരു പ്രത്യേകത. ദേ ആർ റീഡിഫൈനിങ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതൊരു മൃഗീയ ഭൂരിപക്ഷമാകാൻ പാടില്ല. അപ്പോൾ അത് ഡെമോക്രസി അല്ലാതാകുന്നു എന്നുള്ളതാണ്. അത് നെഹ്റു പോലും ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ ഡിക്റ്റേറ്റർ ആകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എനിക്കിങ്ങനെ വോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതി, ഈ മനുഷ്യൻ ഡിക്റ്റേറ്റർ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് വോട്ട് ചെയ്താൽ. അപ്പോൾ ആ കോൺസെപ്റ്റ് ഇപ്പോൾ ഇവർ കൊണ്ടുവരികയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഓപ്പോസിഷൻ വേണം, ഇല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക്കായി പോകുന്നുള്ളൂ. അപ്പം ഇൻ ദ ഫ്യൂച്ചർ വേൾഡ് വിൽ ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ഓട്ടോക്രസീസ് ആൻഡ് ഡെമോക്രസീസ് എന്ന് വരുമോ എന്നുള്ളൊരു ചിന്തയാണ് പലർക്കുള്ളത്. അപ്പോൾ എവ്രിബഡി ഈസ് ട്രൈങ് ടു ഫൈൻഡ് എ പ്ലേസ്. നമ്മൾ എവിടെ നിൽക്കണം, ഈ ഗ്രൂപ്പിൽ എവിടെ നിൽക്കണം. അപ്പം നമ്മൾ ഡെമോക്രസിയുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരോട് ഒരുപക്ഷെ സോഫ്റ്റായിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് മൂന്നാമതും വന്നതുകൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ യാതൊരു മാറ്റവും വരാം. മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം മാറ്റണം എന്നാണ്, കുറച്ചൊക്കെ മാറണം എന്നുള്ളതാണ്. ഏത് രീതിയിൽ അഗ്രസീവ് ആണെന്നാണോ? അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ആണെന്നുണ്ട്. ലൈക്ക് POK അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. പറയുന്നത് ഒരു യുദ്ധത്തിന് സാധ്യത. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അത് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം കണ്ടിന്യൂറ്റി മാത്രം പോരാ, പലതും കറക്റ്റ് ചെയ്യാനുണ്ട്, റീതിങ്ക് ചെയ്യണം. അതെ, US-ൻ്റെ പോളിസി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. വെസ്റ്റ് ജനറലി ഇപ്പം ഫ്രാൻസാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. വേറെ ആരും അത്ര, ജർമ്മനിയൊക്കെ ഇവർക്കെന്താ കാര്യം, കേജ്രിവാളിനെ ജയിലിലിട്ട് ജർമ്മനിക്ക് എന്താ പ്രശ്നം? അപ്പോൾ അതൊക്കെ നമ്മളൊന്നും പറയുന്നില്ല. ആരെയൊക്കെ അവർ ജയിലിലിടുന്നു നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അൺഫെയർ ആണ്. അതിനെതിരെയൊക്കെ റിയാക്ട് ചെയ്തു. പക്ഷേ അത് ലോക്കൽ പൊളിറ്റിക്സിനെ ബാധിച്ചല്ലോ. ഇപ്പം നമ്മുടെ ആളുകൾ തന്നെ പറയാൻ തുടങ്ങി ഡെമോക്രസി ഇല്ലാന്ന്. അതുപോലെ വോട്ടിംഗ് മെഷീൻ ചീത്തയായിട്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ആരും പറയുന്നില്ല. സപ്പോസ് മോദി ഹാഡ് വൺ, അപ്പോൾ അവർ പറഞ്ഞാൽ വോട്ടിംഗ് മെഷീൻ ചെയ്തതാണ്. അതിനും മോദി ട്രെയിനിങ് ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത്. അത് ശരിക്കും അവർ പറയുന്നുണ്ടായിരുന്നു, അത് ഇത് ചെയ്യും, അവർ ഗ്രാപ്പിൽ അത് ചെയ്തിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന് മജോറിറ്റി വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെയുള്ള ഭയങ്കര പ്രോപ്പഗൻഡ നടക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പം അതിനെപ്പറ്റി ആരും പറയുന്നില്ല. പറയുന്നില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനേ ആവില്ല എന്ന് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു എല്ലാവരും. അതെ അതെ. ഇപ്പോൾ കേരള പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാൻ സാറായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മോദി ഷുഡ് ഹാവ് അനദർ ടേം എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് ചിഹ്നിക്കുണ്ടായിരിക്കുന്നത് എല്ലാം ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ ഇന്ത്യയെ ശരിക്കും മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാരും ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. രണ്ടാമത്തേത്, ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിലൊന്നും നടക്കുന്നില്ല. ഞാൻ തന്നെയാണല്ലോ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത്. ശശി തരൂരിൻ്റെ ചെയർമാൻ ഞാൻ അൺഒഫീഷ്യലായിരുന്നുള്ളൂ. കാരണം കോൺഗ്രസ്സുകാർ എന്നെ തൊടിപ്പിക്കില്ല, ഞാൻ കോൺഗ്രസ് അല്ലല്ലോ. ഇവർ ഞാൻ BJP ഒന്നും അല്ലാഞ്ഞിട്ടും അവർ എല്ലാം കൂടെ യുനാനിമസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്താണ് എന്നെ. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ വേഗമായിട്ട് അറിയാമെന്നുള്ളതേ ഉള്ളൂ, അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഞാനിതേപ്പറ്റി ഒരു പുസ്തകം കൂടെ എഴുതിയതിനിടയിൽ, കാരണം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ എന്തൊരു മനുഷ്യനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തിന് ഗുണം വരും, കേരളത്തിന് ഗുണം വരും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാനതിന്. കാരണം ശശിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൻട്രലിലും എതിർപ്പ് വേണം, ഇവിടെയും എതിർപ്പ്. അപ്പം ഇറ്റ് ഇസ് നോട്ട് ഹിസ് ഫോൾട്ട്. അതായത് പുള്ളിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിമർശനങ്ങളുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അത് പോട്ടെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ MP-ക്കൊരു എക്സിക്യൂട്ടീവ് പവറൊന്നും ഇല്ലല്ലോ, ബഡ്ജറ്റും ഒന്നുമില്ല. ബഡ്ജറ്റ് എന്താ 3 കോടി രൂപ വിളക്ക് കൊളുത്തി വെക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ടെന്ന് പറയില്ല, അദ്ദേഹത്തിൻ്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെ ആയിപ്പോയി. അത് 15 കൊല്ലം നമ്മൾ ശ്രമിച്ചില്ലേ, ഇനിയൊരു 5 കൊല്ലം വേറൊരാളിന് കൊടുത്ത് നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. ഐ നെവർ ക്രിട്ടിസൈസ്ഡ് ഹിം ഓർ എനിത്തിങ്. ഐ സിംപ്ലി സെഡ് വി നീഡ് ചേഞ്ച് ഹിയർ എന്നുള്ളൊരു. അത് കുറേ വിജയിക്കുകയും ചെയ്തു. എന്താണ് 1.5 മാസം ഇവിടെ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 3,40,000 വോട്ട് കിട്ടിയില്ല. പുള്ളി പക്ഷേ വളരെ ഡിജക്റ്റഡ് ആയിപ്പോയെന്ന് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഒരു ഹഫിൽ ചെയ്താണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം അതല്ല, എന്നോട് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയതാണ്. പുള്ളിക്ക് വേണമെങ്കിൽ നിയമസഭയിലൊക്കെ ഒരു കൈ നോക്കാമല്ലോ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകളെ ഈ സർക്കാർ സ്വാഗതം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ആദ്യം പോകുന്നില്ല, ചുമ്മാ പറയുന്നേ വരാൻ പോകുന്നില്ല എന്നെനിക്ക് തോന്നുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോസിബിൾ, പക്ഷേ എന്തുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം മാർവിയൻസ് കോളേജോ SB കോളേജോ രാജഗിരിയോ ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകാൻ ഒരു പ്രയാസമില്ല. ഒരു വൈസ് ചാൻസലറെ നിയമിച്ചു, ഓർഡർ ചെയ്താൽ മതി. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അവരെല്ലാം അപ്ലൈ ചെയ്തായിരുന്നു. 10 ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയതാണ്. അവർ 10 ലക്ഷം രൂപ കെട്ടിവെച്ച് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വി ആർ ഗോയിങ് അഹെഡ്. പക്ഷേ അതെല്ലാം ഉണ്ട്, ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തു. ഇപ്പോഴേ അവരെല്ലാം തയ്യാറാണ്. പക്ഷേ ആ അൾട്ടിമേറ്റ് ഡിസിഷൻ അവർ എടുക്കുന്നില്ല. ഇപ്പോഴേ ക്വസ്റ്റ്യൻ ഡീംഡ് യൂണിവേഴ്സിറ്റി വേണോ അതോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോ, ഏതാ ഗുണം? പിന്നെ ഞാനൊരിക്കലും ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത് ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത് നമ്മുടെ ജോലിയല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. ആ പാർലമെൻറ്റിലൊരു ബില്ല് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. കാരണം അവിടെയും ഉണ്ടല്ലോ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കുറേ MP-മാർക്ക് യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്ന വലിയ താല്പര്യമില്ല. അപ്പോൾ അതിങ്ങനെ അമെൻഡ് ചെയ്ത് അവർ വരാതാക്കി തീർത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫോറിൻ യൂണിവേഴ്സിറ്റി വരണമെന്ന് പറഞ്ഞിരുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരണം, ഫോറിൻ യൂണിവേഴ്സിറ്റിയോട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം. അത് പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫോറിൻ യൂണിവേഴ്സിറ്റി വരാൻ പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണ. ഞാനത് ഡിനൈ ചെയ്യുന്നില്ല, വന്നാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇപ്പോൾ ഒരുപാട് കുട്ടികളും വെളിയിൽ പോയി പഠിക്കുകയാണല്ലേ. ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി നമ്മളങ്ങ് പോകില്ലേ, ഇവിടെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ ലോക കേരള സഭയിൽ വെച്ച ഒരു കണക്ക് അനുസരിച്ച് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു മാസം സെപ്റ്റംബർ 2023 ഇവർ ഒരു കമ്പനി, ഇവിടെ പേര് പറയുന്നില്ല, അവരെന്നെ വിളിച്ചു അവരുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി. ആ മാസം പോകുന്നവരുടെ മാത്രം 7200 കുട്ടികൾ അവരുടെ പേരൻസും കൂടെ കലൂർ സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുകയാണ്. ആ സെപ്റ്റംബർ 2023 ടു ഗോ ഇൻ ടു 1 കൺട്രി. അപ്പോൾ നമ്മൾ വിസിബിൾ അല്ലാത്ത എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. കാനഡയിൽ മാത്രം ഒരു കമ്പനിയിൽ നിന്ന് പോയത് 7200 കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സ്ഥിതി? അതൊരു ഡൈനാമിക്സാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ ഇപ്പം നമ്മൾ കുട്ടിയെ നമ്മൾ വെളിയിൽ അയക്കുന്നില്ല, ഇവിടെ പഠിപ്പിക്കുക, BSc പാസ്സാവും, MSc പാസ്സായി, PhD പാസ്സായി. അടുത്ത എന്താണ്? ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അടുത്ത് പോയി 50 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞാണ്, ആ 50 ലക്ഷം ഇപ്പം ചിലവാക്കിയാൽ അവരുടെ ഭാവി നന്നാവുമല്ലോ. അന്ന് കൊടുക്കുന്നോ ഇന്ന് കൊടുക്കുന്നോ ഉള്ള വ്യത്യാസമുള്ളൂ. അങ്ങനെയാണ് ഒരു
ഇത്. ഇപ്പോൾ 80 എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു ഡെയിലി റുട്ടീൻ? ഡെയിലി റുട്ടീൻ റൈറ്റിംഗ്, റീഡിങ്, ടോക്കിംഗ്, ഓൾവേസ് ബിസി. വളരെ ബിസിയാണ്. അപ്പോൾ എപ്പോഴും മോഹങ്ങളൊന്നും ഇല്ലാതെ ആയിക്കൂടുന്നില്ല. ഇനി 3 ദിവസം കൊണ്ടേ ഉള്ളൂ മോഹത്തിന് സമയം. അല്ല 80 കഴിഞ്ഞാൽ മോഹം പാടില്ലെന്നാണ്. അത് അങ്ങനെ ഉണ്ടോ? അതറിഞ്ഞൂടെ? അല്ല അങ്ങനെ പ്രായപരിധിയില്ല മോഹത്തിന്. പക്ഷേ അതൊരു തത്വമായിട്ട് വെച്ചിരിക്കുകയാണ്. ശരി. അപ്പോൾ എപ്പോഴും തിരക്കായിരിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.